ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ആദ്യ ദിവസം നമ്മൾ അഗളിയിൽ കാറ്റാടിക്കുന്നിൽ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മളിനി മുള്ളി വഴി ഊട്ടി പോവാണ്. പക്ഷേ നമ്മൾ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു വണ്ടിക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞായറാഴ്ച കൊണ്ട് ഞങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്തു. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു സെൻറ്റർ തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ അഗളിയിൽ തന്നെ ഒരു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സെൻറ്ററിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മുള്ളി വഴി ഊട്ടി പോകാൻ നിൽക്കുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ ഇടണം അല്ലേ? ചേട്ടാ, ഇവിടെ മാവോയിസ്റ്റുകൾ വെടിച്ചൊന്നുമില്ലായിരുന്നു. അത് ശരിക്കും മാവോയിസ്റ്റുകൾ തന്നെയായിരുന്നു അല്ല? അപ്പോൾ ഇവിടെ ഉണ്ടോ മാവോയിസ്റ്റുകളൊക്കെ ഉണ്ടോ? അല്ല, ഇവിടെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലം. അട്ടപ്പാടി. നമ്മളെല്ലാവരും 2 ദിവസം മുമ്പ് പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും ഈ അട്ടപ്പാടിയിൽ മാവോയിസ്റ്റുകളെ 3 മാവോയിസ്റ്റുകളെ വെടിവെച്ച് വന്ന കേസ്. അപ്പോൾ ഞാനിവിടെ പലരോടും അന്വേഷിച്ചു, ഞാൻ ഹോട്ടലിലൊക്കെ അന്വേഷിച്ചു, അതുപോലെ പലയിടത്തും അന്വേഷിച്ചു. അപ്പോൾ അവരൊക്കെ പറയുന്നത് മാവോയിസ്റ്റുകളെ തന്നെയാണ് വെടിവെച്ച് കൊന്നത് എന്ന രീതിയിലാണ് അവരൊക്കെ സംസാരിച്ചത്. നമ്മൾ പത്രത്തിൽ പല രീതിയിൽ ന്യൂസ് കണ്ടിരുന്നു, അതായത് മാവോയിസ്റ്റുകളല്ല എന്ന രൂപത്തിൽ. അത് നമുക്ക് അറിയില്ല, അവർ പറയുന്നത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അതുപോലെ തന്നെ ഞാനിപ്പോൾ വാഹന പുക പരിശോധന കേന്ദ്രത്തിലാണ് ഉള്ളത്. ഇതിവിടെ അഗളിയിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റൂട്ട് വഴി വരുന്നവർക്ക് പുക പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷോറൂം യൂസ് ചെയ്യാം. ലെജൻഡ് ടയേഴ്സ് എന്നാണ് ഇവരുടെ പേര്. അഗളിയിൽ തന്നെയാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ചാവടിയൂർ ബ്രിഡ്ജിലാണ്. മുള്ളി ചെക്ക് പോസ്റ്റിലേക്ക് ഇവിടുന്ന് 14 കിലോമീറ്ററോളം ഉണ്ട്. ഇത് അട്ടപ്പാടി ലൊക്കേഷനിൽ പെട്ട തന്നെയാണ്. എക്സാക്റ്റ് ലൊക്കേഷൻ പുത്തൂരാണെന്ന് തോന്നുന്നു. പുഴ ഏതാണെന്ന് അറിയില്ല. എന്നാൽ ഈ ഒരു വഴി വരുന്ന മിക്കവാറും സഞ്ചാരികളും ഒന്ന് ഫ്രഷ് ആവാനും ഒന്ന് കുളിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ഈ ഒരു പുഴയാണ് ആശ്രയിക്കാറുള്ളത്. നമ്മളിപ്പോൾ ആ ചാവടിയാർ ബ്രിഡ്ജിൻ്റെ അടിഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഒന്ന് കുളിക്കാൻ ഒന്ന് ഫ്രഷ് ആവാൻ പറ്റിയ ഒരു ഏരിയ കണ്ടെത്താൻ വേണ്ടി ഇറങ്ങിയതാണ്. പുഴയിൽ അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്, പക്ഷേ പൊതുവേ പുഴയിൽ വെള്ളം കുറവാണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ പുഴയുടെ മേൽഭാഗത്ത് നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആട്ടോ, കാണാൻ നല്ല രസമാണ്. എനിക്ക് തോന്നുന്നത് ആ ഭാഗത്തായിട്ടാണ് കുളിക്കാൻ പറ്റുമെന്ന്. കാരണം കൂടുതൽ ആളുകളും അവിടെ ഉള്ളത്. അങ്ങോട്ടുള്ള റൂട്ട് കണ്ടെത്തണം. അതുപോലെ തന്നെ ഇവിടെ സൈഡിലായിട്ട് പകിടകളി കളിക്കുന്നത് കാണുന്നുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ ആരും കളിക്കുന്നത് കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയ കളി എന്നൊക്കെ പറയാം. ഗൈസ്, നമ്മൾ നേരത്തെ കണ്ട പുഴയുടെ ഏറ്റവും അടിഭാഗത്തായിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഞാനിവിടെ നിന്ന് കുളിച്ചിട്ട് സെറ്റായിട്ട് പോകാമെന്ന് കരുതി. നമ്മൾ യാത്രയിലാവുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, രാത്രി നന്നായിട്ട് കിടന്നുറങ്ങുക. അതുപോലെ തന്നെ രാവിലെ ഒന്ന് ഫ്രഷായി കുളിച്ചതിന് ശേഷം പോവുക. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, രാത്രി ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ റൈഡ് ചെയ്യാൻ ഭയങ്കര മടുപ്പായിരിക്കും, ഭയങ്കര ക്ഷീണമായിരിക്കും. അതുപോലെ തന്നെ രാവിലെ ഒന്ന് ഫ്രഷായി കുളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതേ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാണ് യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെ വന്നാലും ഒന്ന് രാവിലെ കുളിക്കും വേണം. അതുപോലെ തന്നെ രാത്രി ഒരു മിനിമം ഒരു 12 മണിയാകുമ്പോഴേക്കും നമ്മൾ കിടന്നുറങ്ങണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണമായിരിക്കും. നമുക്ക് അടുത്ത ദിവസമൊക്കെ നമുക്ക് യാത്ര വളരെ മടുക്കും. അപ്പോൾ എന്തായാലും ഒന്ന് കുളിച്ച് സെറ്റായതിന് ശേഷം ഇനി ബാക്കി യാത്ര തുടരാമെന്ന് കരുതി ഞങ്ങൾ മുള്ളിലേക്കുള്ള. അപ്പോൾ മുള്ളി ചെക്ക് പോസ്റ്റ് പോലും എത്തിയിട്ടില്ല. കുളിക്കാൻ പറ്റിയൊരു ഏരിയ അന്വേഷിച്ച് പോയോണ്ട് കേട്ടോ. മിക്കവാറും ഞങ്ങൾ നേരത്തെ പോയ സ്ഥലത്ത് നല്ല ഒഴുക്കാണ്. അപ്പോൾ കുറച്ചും കൂടി അപ്പുറത്ത് ഒഴുക്ക് കുറച്ച് കുറവുള്ള ഏരിയ ഉണ്ടോ നോക്കുകയാണ്.
ഗൈസ് ഞാനിനി പറയുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം എനിക്കുണ്ടായൊരു ദുരനുഭവമാണെന്ന് പറയാം. കാരണം ഞാനിപ്പോൾ മുള്ളി വഴി ഊട്ടി വന്നപ്പോൾ നമുക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ വണ്ടിയുടെ പേപ്പർ എല്ലാം ക്ലിയർ ആയിരുന്നു. എന്നിട്ടും അവർ നമ്മോട് ക്യാഷ് ചോദിക്കുകയാണെന്ന് പറയാം. അതായത് പോലീസ് വേഷം, ചെന്നായ തോലണിഞ്ഞ പോലീസുകാരെന്ന് പറയാം. അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ആ രൂപത്തിലാണ് അവർ നമ്മോട് പെരുമാറിയത്. ആദ്യം നമുക്ക് കേരള ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ ഒരു സീനും ഇല്ലായിരുന്നു. വളരെ നല്ല രീതിയിൽ അവർ പെരുമാറി. ഞാൻ പറഞ്ഞു വരുന്നത് തമിഴ്നാട് പോലീസിനെ കുറിച്ചാണ്. കേരള ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ ഞങ്ങളുടെ വണ്ടിക്കുള്ള ഒരു ചെറിയൊരു സീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. പക്ഷേ അവന് സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടി ആയതുകൊണ്ട് തന്നെ അവൻ്റെ ബുക്കും പേപ്പറും വേറെ ആളുടെ പേരിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സീൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സെയിൽസ് ലെറ്റർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വാട്സപ്പ് വഴി സെയിൽസ് ലെറ്ററൊക്കെ കാണിച്ചു കൊടുത്തു. അതോടെ ആ ഇഷ്യൂ മാറി. കേരള പോലീസുകാർ വളരെ നല്ല രീതിയിൽ പെരുമാറി ഞങ്ങൾ അവിടുന്ന് പറഞ്ഞു വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തമിഴ്നാട് പോലീസിൻ്റെ ചെക്ക് പോസ്റ്റിലെത്തുന്നത്. അവിടുന്ന് അവർ പേപ്പറും ബുക്കിൻ്റെ അതായത് വണ്ടിയുടെ ബുക്കും പേപ്പറും ഒന്നും ഇൻഷൂറും ഒന്നും അവർ ചോദിക്കുന്നില്ല. അവർ ജസ്റ്റ് ചോദിച്ചത് നിങ്ങളുടെ പേരും മറ്റും അവർ ചോദിച്ചു. അത് കഴിഞ്ഞിട്ടായിരുന്നു അവിടെ ഒരു ഉള്ളിൽ റൂമുണ്ട്, അവിടെ ഒരു സാറുണ്ട്. ആ സാറിനെ പോയി നിങ്ങൾ കണ്ടിട്ട് വരികയാണ്. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ കേരള ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള അനുമതി ഇല്ലായിരുന്നു കേട്ടോ. അത് എന്നാലും കുഴപ്പമില്ല, അവർ വളരെ നല്ല രീതിയിൽ പെരുമാറി. അതുപോലെ തന്നെ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഞാൻ ചെറുതായിട്ടൊക്കെ വീഡിയോ എടുത്തിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ അവർ വീഡിയോ നമ്മുടെ അടുത്ത് വാങ്ങിച്ചു. വീഡിയോ അങ്ങോട്ട് അലൗഡ് അല്ല, നിങ്ങൾ വീഡിയോ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, വീഡിയോ അല്ല, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും എന്നുള്ള രൂപത്തിൽ ഞാൻ വീഡിയോ എടുത്തില്ല. അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു 2 വണ്ടിയാണ് നിങ്ങളുടെ, 2 വണ്ടിക്ക് പെർമിഷനായിട്ട് നിങ്ങൾ 150 രൂപ മിനിമം തരണം. 140 പറഞ്ഞത് 140 രൂപ തരണം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് ഈ പെർമിഷനായിട്ട് എൻ്റെ ക്യാഷ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ റെസിപ്റ്റ് ഉണ്ട് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു റെസിപ്റ്റ് ഒന്നുമില്ല, ഇത് പെർമിഷനായിട്ട് എല്ലാവരുടെ അടുത്തും വാങ്ങുന്നതാണ്, അപ്പോൾ നിങ്ങളും തരണം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് തരാൻ പറ്റില്ല, കാരണം റെസിപ്റ്റ് ഇല്ലാത്ത കാര്യമാണ്, ഞങ്ങൾക്ക് തരാനില്ല. അങ്ങനെ അവസാനം അവർ പറഞ്ഞു നിങ്ങൾ 2 വണ്ടിക്കുമായിട്ട് ഒരു 60 രൂപയെങ്കിലും തരണം എന്നുള്ള രൂപത്തിലെത്തി. ഞാൻ പറഞ്ഞു റെസിപ്റ്റ് ഇല്ലാതെ ഞാൻ ഒരിക്കലും തരില്ല എന്നുള്ള രൂപത്തിൽ തന്നെ ആയി. അങ്ങനെ ഒരു അത്യാവശ്യം കുറേ നേരം ഞങ്ങളവിടെ ബ്ലോക്ക് ആക്കിയിട്ട് ഞങ്ങളുടെ കഴിഞ്ഞ് വന്ന അവരൊക്കെ ഇതേപോലെ ക്യാഷ് കൊടുത്തിട്ട് അവർ കയറ്റി വിടുകയൊക്കെ ചെയ്തു. പിന്നീട് ഞങ്ങളെ കയറ്റി വിടുന്നതന്നെയല്ല. അപ്പോൾ ഞാൻ ഫേസ്ബുക്ക് ലൈവ് എടുത്തിട്ട് ഞാൻ ആ സാറെ അടുത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഫേസ്ബുക്ക് ലൈവ് പോകുന്നത് ഭീഷണിപ്പെടുത്തി ആ ഒരു നേരത്ത് മാത്രമാണ് അവർ നമ്മളെ കയറ്റി വിട്ടത് കേട്ടോ. അങ്ങനെ കുറേ നേരം ബ്ലോക്കായി. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചും കഴിഞ്ഞപ്പോൾ തമിഴ്നാടിന് 2 പോലീസുകാർ കൈ കാണിച്ചിട്ട് ചോദിച്ചു ഞങ്ങൾ 2 പേരെടുത്ത് ഹെൽമെറ്റ് ഇല്ലായിരുന്നു. ഒരാളടുത്ത് മാത്രമേ ഹെൽമെറ്റ്, ഒരാൾ പറഞ്ഞാൽ വണ്ടി ബാക്കിലിരിക്കുന്ന ആളടുത്ത് ഹെൽമെറ്റ് ഇല്ലായിരുന്നു. യഥാർത്ഥത്തിൽ ബാക്കിലിരിക്കുന്ന ആൾ ഹെൽമെറ്റ് ഉണ്ടോ, നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് എൻ്റെ ഒരു മിസ്റ്റേക്കാണെന്നും കൂടി പറയാം. പക്ഷേ തമിഴ്നാട് മോട്ടോർ വെഹിക്കിൾ ആക്ട് നിയമപ്രകാരം എന്താണ് ഇതിൽ ഒരു നിയമം എന്ന് എനിക്കറിയില്ല. 2 പേര് ഹെൽമെറ്റ് ഇടണോ എന്ന കാര്യത്തിലൊന്നും അറിയില്ല. എന്നാലും അവർ നമ്മോട് വന്നിട്ട് ചോദിച്ചു 2 പേര് ഹെൽമെറ്റ് ഇടാത്തത് കൊണ്ട് നിങ്ങൾക്ക് 2000 രൂപ ഫൈൻ അടക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അറിയാത്ത നിയമമാണ്, ഇത് ഉള്ളതാണോ എന്നുള്ള രൂപത്തിൽ. നമുക്കറിയില്ലായിരുന്നു അങ്ങനെ നിയമമുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ ഫൈൻ അടച്ചോളാം, ഇപ്പോൾ എന്തായാലും ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല, കോടതിക്ക് എഴുതണം എന്നുള്ള രൂപത്തിലാണ് ഞാൻ സംസാരിച്ചത്. അതോടെ അവർ നമ്മുടെ അടുത്ത് വന്ന് കോടതിക്കൊന്നും എഴുതേണ്ട, നിങ്ങൾ വെറും ഒരു 100 രൂപ തന്നാൽ നിങ്ങളെ കയറ്റി വിടാം എന്ന രൂപത്തിൽ. ഞങ്ങൾ 2 വണ്ടി ഉണ്ടായിരുന്നു, ഒരു വണ്ടിക്ക് 50 രൂപ വെച്ചിട്ട് നിങ്ങൾ 100 രൂപ. ഞാൻ പറഞ്ഞു അതോടുകൂടി ഞങ്ങൾക്ക് മനസ്സിലായി ഇത് വെറും പൊള്ളത്തരാണ്, അവർ ക്യാഷ് വാങ്ങാൻ വേണ്ടിയുള്ള മാത്രമുള്ള പരിപാടി. ഞാൻ പറഞ്ഞു കോടതിക്ക് എഴുതിക്കോളാം, അതല്ലാതെ ഒരിക്കലും നമ്മൾ ക്യാഷ് തരില്ല എന്നുള്ള രൂപത്തിൽ തന്നെ നിന്നു. അവിടെ ഒന്നും അവർ ക്യാമറ എടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. ക്യാമറ എടുക്കാൻ ഞാനിപ്പോൾ GoPro ആയതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാനും പേടിയാണ്. അവരെങ്ങാനും പിടിച്ച് വാങ്ങിയിട്ട് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഇതിൻ്റെ പിന്നാലെ നടക്കണം എന്നുള്ള സീനോട് ഞാൻ ക്യാമറ എടുത്തില്ല. അപ്പോൾ ആ രൂപത്തിലാണ് അവർ പെരുമാറിയത്. അവിടും ഒരുപാട് പോസ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു കോടതിക്ക് എഴുതുകയാണെങ്കിൽ നിങ്ങൾ എഴുതിക്കോളി, വേറൊരു ഇഷ്യൂ ഇല്ല, അല്ലാതെ ഞങ്ങൾ ക്യാഷ് എന്നിട്ട് നിങ്ങൾ പോകില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ വേറെയും 2 റൈഡേഴ്സ് വന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നോടെ അവർ വിട്ടു എന്ന് തന്നെ പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെ കണ്ടു. ഞങ്ങൾ കുറച്ച് നേരത്തെ അവിടെ മുന്നിൽ പോയി നിർത്തിയപ്പോഴൊക്കെ അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഇവരൊക്കെ ക്യാഷ് കൊടുത്തിട്ട് പോയി എന്നാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ക്യാഷ് കൊടുക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ചാൽ അവർ വീണ്ടും ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ കേരള ചെക്ക് പോസ്റ്റിൽ നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ചെന്നായത്തോലണിഞ്ഞ പോലീസുകാർ, അതല്ലാതെ ഒന്നും പറയാൻ കഴിയില്ല. തമിഴ്നാട് പോലീസിന് മൊത്തമായിട്ട് ഞാൻ ആക്ഷേപിക്കുന്നില്ല. കാരണം ഞാൻ കോയമ്പത്തൂർ പഠിച്ച ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ വാളയാറിലും മറ്റൊക്കെ ചെക്ക് പോസ്റ്റിൽ പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ വളരെ നല്ല രീതിയിലാണ് തമിഴ്നാട് പോലീസ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ വളരെ മോശമായി പോയി. ഇത് ഒരിക്കലും പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് സൈഡാക്കിയിട്ട് ഈ കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഞാനിവിടെ സൈഡാക്കിയത്. ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് എന്ന് പറയാനില്ല, ഒരു ചെറിയ വെള്ളച്ചാട്ടം ഒന്നുമല്ല, ചെറിയൊരു അരുവി ഇങ്ങനെ ഒലിച്ചു പോകുന്നു.
സംഭവം ഒരു അടിപൊളി വ്യൂ എന്ന് പറയട്ടോ. ഞങ്ങൾ ഇപ്പോൾ മുള്ളി വഴി പോകുന്ന വഴി ഇപ്പോൾ ചെക്ക് പോസ്റ്റ് 2 ചെക്ക് പോസ്റ്റ് ഞാൻ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് പാലത്തിലാണ് അടിപൊളി വ്യൂ, ഒരു അടിപൊളി വെള്ളച്ചാട്ടം. ഇതിൻ്റെ അടിയിലേക്ക് പോകാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നോക്കുന്നത്. അടിയിലേക്ക് പോകാൻ പറ്റുവാണെങ്കിൽ ഒന്നുകൂടി നല്ല രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയും. കാരണം നല്ല ഹൈറ്റിൽ ഇത് ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെന്നാണ് തോന്നുന്നത്. കാരണം ആ രീതിയിലാണ് കണ്ടിട്ട് തോന്നുന്നത്. മുള്ളി മഞ്ചൂർ റൂട്ട് വഴി ഊട്ടിയിലേക്ക് പോകുന്നതിൻ്റെ മെയിൻ അട്രാക്ഷൻ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന കൊഴിഞ്ഞിപ്പൂക്കളാണ്. ചുവപ്പും റോസും നിറത്തിലുള്ള ഈ കൊഴിഞ്ഞിപ്പൂക്കൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണെന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഒരു റോഡ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾ ഊട്ടി കാണാനാണോ നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ റൂട്ട് പോകണ്ട. നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൂട്ട് ഏതാണോ അത് തന്നെ പോവുക. എന്നാൽ നിങ്ങൾ ഊട്ടിയിലേക്കുള്ള വഴികൾ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ റോഡ് തന്നെ പ്രിഫർ ചെയ്യണം. ഇതിനേക്കാൾ നല്ലൊരു റോഡ് നിങ്ങൾക്ക് വേറെ കിട്ടാനില്ല എന്ന് പറയാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫൈനലി ഊട്ടിയിലെത്തി. ഊട്ടിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റൂട്ട് തന്നെയാണ് കേട്ടോ പ്രിഫർ ചെയ്യേണ്ടത്. നമ്മളെ നാടുകാണി ചുരമൊക്കെ കയറി ഊട്ടി വരുന്നതിനേക്കാളും എത്രയോ നല്ല വ്യൂ ആണ് നിങ്ങൾ മുള്ളി വഴി ഊട്ടി വരികയാണെങ്കിൽ. അതുപോലെ തന്നെ ഞാൻ ഇതിന് മുമ്പ് മുള്ളി വഴി ഊട്ടി വന്നതാണ്. പക്ഷേ ആ സമയത്തൊക്കെ ആ റോഡൊക്കെ വളരെ പൊളിഞ്ഞ് നമുക്ക് ഒരു ഡ്രൈവ് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പം നല്ല റോഡാണ്, കാറൊക്കെ വരാൻ പറ്റും. വളരെ കുറഞ്ഞ ചില ഏരിയകളിൽ മാത്രമാണ് റോഡ് പൊട്ടി പൊളിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ ഏരിയയും നല്ല രീതിയിലാണ് റോഡുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവേഴ്സിൻ്റെ സീസണാണ്. ഞങ്ങൾ പോകുന്ന വഴിയിൽ മൊത്തം സൈഡ് മുഴുവൻ ഫ്ലവേഴ്സായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫീലായിരുന്നു, അടിപൊളി ഫീലിംഗ് എന്ന് പറയാം. ഞങ്ങളിപ്പോൾ ഊട്ടിയിലെത്തി. ഊട്ടിയിലിപ്പോൾ ഇങ്ങനെ തേയിലത്തോട്ടൊക്കെ ഇങ്ങനെ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. തേയിലത്തോട്ടത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. ഏത് സമയത്തും നമ്മൾ ഒരിക്കലും വെറുപ്പിക്കാത്തൊരു ഏരിയയാണ് ഊട്ടി എന്ന് പറയട്ടോ. ഞാൻ ഇവിടെ എത്രയോ വട്ടം ഞാൻ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഊട്ടി. പക്ഷേ ഇത്രയും കാലത്തിനിടയ്ക്ക് ഊട്ടിയിൽ വന്നിട്ട് മടുത്തുകാണ്ട് തിരിച്ചു പോയൊരു സമയം ഉണ്ടായിട്ടില്ല. നമ്മൾ മൈസൂർ പോയിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. മൈസൂരൊക്കെ നമ്മൾ ചില സമയങ്ങളിൽ പോയാൽ നമുക്ക് പറ്റ വെറുക്കും, ഭയങ്കര ചൂടും മറ്റൊക്കെ ആയിട്ട്. പക്ഷേ ഊട്ടി അങ്ങനെയല്ല കേട്ടോ. ഊട്ടി ഏത് സമയത്തും നമ്മൾ പറയില്ലേ മണാലി എന്നൊക്കെ പറയുന്നത്, അതേപോലെ നമ്മുടെ പാവപ്പെട്ടവർക്കുള്ള ഒരു മണാലിയാണ് ഊട്ടി എന്ന് പറയാം. അത്രത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പേഴ്സണലായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഊട്ടി.
അങ്ങനെ നമ്മുടെ ഊട്ടി ട്രിപ്പ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പൊതുവേ മലയാളീസ് എല്ലാവരും കണ്ടിട്ടുള്ളൊരു ഏരിയയാണ് ഊട്ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇവിടുത്തെ തേയിലത്തോട്ടവും മറ്റുമായിട്ട് നമ്മൾ വീഡിയോസ് കുറേ കാണിച്ചു തന്നിട്ട് കാര്യമില്ല, എല്ലാവരും കണ്ടതായിരിക്കും. ഞാൻ മുള്ളി വഴി ഊട്ടി വരുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് മാത്രമുള്ളായിരുന്നു നമ്മുടെ വീഡിയോൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നമ്മുടെ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾ പോകാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID വന്നിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തന്നെ കമൻറ്റ് സെക്ഷനിലോ വന്നിട്ട് നിങ്ങൾ സംശയം ചോദിക്കാവുന്നതാണ്. ഞാൻ എല്ലാത്തിനും റീപ്ലൈ തരുന്നതായിരിക്കും. എൻ്റെ ഇൻസ്റ്റാഗ്രാം IDയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സെൻഡ് ഓഫ് ചെയ്യട്ടോ, നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഓൺ ചെയ്യുക. ഒരു പുതിയ ചാനൽ എന്ന നിലയിൽ ഒരുപാട് പോരായ്മകൾ നമ്മുടെ വീഡിയോസിന് ഉണ്ടാവുമെന്ന് തീർച്ചയാണ്. അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു അഡാർ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.